ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം. ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 2022 അതായത് ആദ്യ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടാണ് അവരുടെ 6th സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാക്കി അതിൻ്റെ റിസൾട്ട് വന്ന് അവരെല്ലാവരും ഒരു UG പ്രോഗ്രാം കരസ്ഥമാക്കിയിട്ടുള്ള ആൾക്കാരായി മാറിയത്. അവരുടെ ഡിഗ്രി കംപ്ലീഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇനി ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ തന്നെ PGക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്, അവരുടെ TC സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണെന്ന് നമ്മുടെ വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ യൂണിവേഴ്സിറ്റി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2025 സെപ്റ്റംബറിൽ UG പ്രോഗ്രാമുകൾ പാസ്സായ SGOU പഠിതാക്കൾ PGക്ക് അപേക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ്. അതായത് വളരെ ശ്രദ്ധിക്കണം, ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ UG പാസ്സായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളാണ് പറയുന്നത്. സോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ PG പ്രോഗ്രാമുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 2025 സെപ്റ്റംബറിൽ UG പാസ്സായ പഠിതാക്കൾ അവരവരുടെ പ്രൊഫൈലിലൂടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അപേക്ഷ ഓൺലൈനായിട്ട് നൽകണം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലീവ് ചെയ്യുന്ന സമയത്ത്, പാസ്സായി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊരു TC പ്രൊവൈഡ് ചെയ്യും അവർ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുക. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ അപേക്ഷ ഓൺലൈനായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈൽ നിങ്ങൾക്കറിയാം, അതിലൂടെ തന്നെ നിങ്ങൾ അതിനുള്ള അപേക്ഷ സമർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ബന്ധപ്പെട്ട റീജിയണൽ ഡയറക്ടർമാർ അപേക്ഷ അംഗീകരിച്ച് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന മുറയ്ക്ക് 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററുകൾ പാസ്സായ റിസൾട്ട് ഷീറ്റ്, റെഗുലർ, ഇംപ്രൂവ്മെന്റ്, സപ്ലിമെന്ററി അപ്ലോഡ് ചെയ്തുകൊണ്ട് PG പ്രോഗ്രാമുകളിലേക്ക് നിലവിലുള്ള പ്രൊഫൈലിലൂടെ തന്നെ അപേക്ഷിക്കാവുന്നത്. അതായത് നിങ്ങൾക്ക് പുതിയ പ്രൊഫൈലിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഈ പറഞ്ഞ 2-3 കാര്യങ്ങൾ, അതായത് TC അപേക്ഷിക്കുക, TC അപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ സൈറ്റിൽ തന്നെ, നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ അത് വന്ന് കിടക്കും. അത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഓരോ സെമസ്റ്ററിൻ്റെയും 6 സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റ് ഒന്നായിട്ട് വരും. അതും കൂടി നിങ്ങൾ ഡൗൺലോഡ് എടുത്ത് ആ പ്രൊഫൈലിലൂടെ തന്നെ നിങ്ങൾക്ക് PGക്ക് അഡ്മിഷൻ നേടാൻ കഴിയും എന്നാണ് പറയുന്നത്. TC അപേക്ഷിക്കുമ്പോൾ സർവകലാശാലയ്ക്കുള്ള എല്ലാ ഫീസുകളും ഒടുക്കിയിട്ടുണ്ടോ എന്ന് പഠിതാക്കൾ സ്വയം സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടത്. അതായത് നിങ്ങൾ ഏതെങ്കിലും സെമ്മിൽ ഏതെങ്കിലും ഫീസ് പെൻഡിങ് ഉണ്ടോ, ഏതെങ്കിലും അസൈൻമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ഉണ്ടോ. നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു കോളേജിൽ നിന്ന് ലീവ് ചെയ്ത് വരുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളല്ലേ, ഇപ്പോൾ നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ലൈബ്രറി ഫീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടാണ്ടെങ്കിൽ നിങ്ങളുടെ TC അവർ പ്രൊവൈഡ് ചെയ്യില്ല, സർട്ടിഫിക്കറ്റ് അവർ തരില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡ്യൂ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള ഈ പറഞ്ഞ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും, അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ വേറൊരു പ്രൊഫൈൽ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ PGയിലേക്കുള്ള ഒരു ഇത് തന്നെയാണ്, ഒരു ട്രാൻസിഷൻ തന്നെയാണ് അവിടെ. അപ്പോൾ ഈ പറഞ്ഞ സ്വന്തം പ്രൊഫൈലിൽ കയറി TCക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അത് കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റിന് അപേക്ഷിക്കുക, അതിലൂടെ തന്നെ നിങ്ങൾക്ക് PGക്കുള്ള അഡ്മിഷൻ എടുക്കാം. അപ്പോൾ മറക്കണ്ട, ഒക്ടോബർ 10 വരെ ഇപ്പം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക്കലി അങ്ങനെ തന്നെ പറയണം, നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് 10 ദിവസം കൂടി, അല്ലെങ്കിൽ ഒക്ടോബർ 10-ാം തീയതി വരെ നിങ്ങളുടെ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ചെയ്തോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ MA ഇംഗ്ലീഷും MA മലയാളവും അതുപോലെ തന്നെ MCOMൻ്റെയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു സോ മച്ച്.